രക്ഷയും പാവനാത്മാവിൻ സഹവാസവും നമ്മോടൊത്തെന്നും ഉണ്ടായിടട്ടെ. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. ദൈവപിതാവിനു ആരാധന, ഈശോ മിശിഹായ്ക്ക് ആരാധന, പാവനാത്മാവിനു ആരാധന, ത്രിയേക ദൈവത്തിന് ആരാധന. സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ചാൽ നമ്മൾ പുതിയ വ്യക്തികളായിട്ട് മാറും. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിച്ചാൽ നമ്മൾ പുതിയ വ്യക്തികളായിട്ട് നമ്മൾ മാറുകയുള്ളൂ. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. വേറെ പ്രാർത്ഥനയൊന്നുമല്ല, പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ള പ്രാർത്ഥന ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് നമ്മൾ തീരുമാനിക്കണം. ലൂക്കാ സുവിശേഷത്തിൽ കർത്താവ് വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. ലൂക്കാ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ തിലിഖിതത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്: മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായി നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ അധികമായി അവിടുന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കേണ്ട ഒരു കാര്യം ഇതാ: പരിശുദ്ധാത്മാവിൽ നിറയപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാൻ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. വേറെ ഒന്നും വേണ്ട. പരിശുദ്ധാത്മാവ് വന്നാൽ ബാക്കി കാര്യങ്ങൾ അവിടെ ഉണ്ട്. യേശുവിനെ വിളിക്കും. കൊരിന്ത്യർക്കാർക്ക് 1-ാം ലേഖനം 12:3 പറയുന്നത് വചനം: പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും യേശുവിനെ കർത്താവ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആകും. അവിടെ യേശുവുണ്ട്, സഭയുണ്ട്, കൂദാശയുണ്ട്. ഒരു പുതിയ മനുഷ്യനായി മാറണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേ പറ്റൂ. എത്ര ഉപദേശിച്ചിട്ടും ആരെയും നന്നാക്കാൻ പറ്റില്ല. പറ്റുമോ? അങ്ങനെയാണ് പണ്ടേ എത്ര പേര് നന്നായേനെ, എത്ര ഭർത്താക്കന്മാർ നന്നായേനെ, എത്ര ഭാര്യമാർ നന്നായേനെ. ഈ കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ വന്നു. അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു, 3 പിള്ളേരുണ്ട്. ഭാര്യ പിണങ്ങി വീട്ടിൽ പോയി. ഇവൻ എത്ര ഉപദേശിച്ചിട്ടും നന്നാകില്ല. കാരണം ഇവന് തന്നെ വിശ്വാസമില്ല. ഇവൻ പറഞ്ഞു, എൻ്റെ ബുദ്ധി കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അവളെ ശരിപ്പെടുത്താൻ നോക്കി. ഞാൻ പറഞ്ഞപ്പോൾ ശരിയായോ എന്ന് ചോദിച്ചു. ശരിപ്പെടുത്താൻ നോക്കി, ശരിയായോ? ശരിയായില്ല. ഇവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ എന്നെ ഉപദേശിച്ചേക്കരുത്, അച്ഛൻ ഉപദേശിച്ചാൽ എനിക്കിഷ്ടമില്ല. ആരും എന്നെ ഉപദേശിക്കുന്ന ഇഷ്ടമില്ല. അതുകൊണ്ട് അച്ഛൻ അങ്ങനെ പറയണം, ഇങ്ങനെ ചെയ്യണമെന്ന് പറയരുത്, പ്രാർത്ഥിക്കാൻ പറയരുത്, എനിക്കിഷ്ടമല്ല. കൊന്തയെല്ലാം പറയരുത്, എനിക്കിഷ്ടമല്ല. ബൈബിൾ വായിക്കാൻ പറയരുത്, എനിക്കിഷ്ടമല്ല. ഞാൻ എൻ്റെ കഴിവ്, അവൻ നല്ല എഞ്ചിനീയറാണ്, IT എഞ്ചിനീയർ, ഇഷ്ടംപോലെ കാശുണ്ട്. പറഞ്ഞു, എൻ്റെ ബുദ്ധി കൊണ്ടും എൻ്റെ അറിവ് കൊണ്ടും എൻ്റെ സമ്പത്ത് കൊണ്ടും ഞാൻ എല്ലാ കാര്യങ്ങളും ശരിപ്പെടുത്തും. അതുകൊണ്ട് ഈ കാര്യത്തിൽ അച്ഛൻ ഇടപെടണ്ട. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു വിട്ടതാണ്, ഞാൻ വിളിച്ചു വരുത്തിയൊന്നുമല്ല. എൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ ഇവിടെ വന്ന് അവർക്ക് മനസ്സിലായി പോലുമില്ല അവന് ദൈവവിശ്വാസം ഇല്ലെന്നുള്ളത്. അപ്പോൾ ഞാൻ അവനോട് ഒറ്റ കാര്യം പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ ഹൃദയം തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് ഹൃദയം തുറക്കാൻ പ്രാർത്ഥിക്കാം. എന്നിട്ട് ദൈവവചനം പറഞ്ഞു, യേശുവിനെക്കുറിച്ച് പറഞ്ഞു, യേശുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച് പറഞ്ഞു, കുരിശുമരണത്തെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയ സഹോദര, നിൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് തൊടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഇത്രയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ 2 തുള്ളി കണ്ണുനീര് അവൻ്റെ കണ്ണുകളിൽ വന്നു. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ജീവിതത്തിൽ സമൂലമായൊരു മാറ്റം വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അനേകം കാര്യങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ
അതുപോലെ തന്നെ ജീവിതത്തിൽ സംതൃപ്തി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സംതൃപ്തി, സമർപ്പണ ജീവിതത്തിൻ്റെ സംതൃപ്തി നമ്മുടെ ജീവിതം ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിനെ വിളിക്കണം. പരിശുദ്ധാത്മാവിനെ വിളിച്ചാൽ പരിശുദ്ധാത്മാവ് നിൻ്റെ ജീവിതത്തിൽ പുതിയൊരു അഭിഷേകം കൊണ്ട് വന്നിരിക്കും. ഞാൻ എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പെരുമാറും, എങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മെ പുതിയ സൃഷ്ടികളാക്കി മാറ്റും. ഞാനിന്ന് ഇവിടെ വചനം പ്രഘോഷിക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പരിശുദ്ധാത്മാവ് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ വചനം പ്രഘോഷിക്കുന്ന അച്ഛനൊന്നുമല്ല. ഞായറാഴ്ച ഞാനൊരു ഇടവക വികാരിയായിരുന്നു. ഞായറാഴ്ച കുർബാനയിൽ പ്രസംഗിക്കും, അതൊരുങ്ങി പ്രസംഗിക്കും. അതിനപ്പുറത്ത് വേറെ പ്രത്യേകിച്ച് വചനപ്രഘോഷത്തിനൊന്നും പോകാറില്ല. ഞാൻ ബിഷപ്പ് ഹൗസിൽ ഫൈനാൻസ് ഓഫീസറായിട്ട് 9 വർഷം ഉണ്ടായിരുന്നതാണ്. ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു അച്ഛൻ എൻ്റെ കാലെ പിടിച്ച പോലെ വന്ന് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, ഒരു ആദ്യ കുർബാന സ്വീകരണം ഇടവകയിൽ വരാമോ എന്ന് ചോദിച്ചു. കാരണം മെയ് മാസത്തിൽ ഈ അച്ഛൻ ആദ്യ കുർബാന സ്വീകരണം പ്ലാൻ ചെയ്തു. നേരത്തെ ഉള്ളവരെല്ലാം പിതാവിനെ ബുക്ക് ചെയ്തു, VJ ബുക്ക് ചെയ്തു, ചാൻസലറെ ബുക്ക് ചെയ്തു, അങ്ങനെ എല്ലാവരെയും ബുക്ക് ചെയ്ത് അരുമേനുള്ള എല്ലാ പ്രഗത്ഭരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഈ അച്ഛൻ ആരെയും കിട്ടിയില്ല. അപ്പോൾ ഈ അച്ഛൻ വന്നു, അവസാനം എന്നോട് പറഞ്ഞു, അരമനയിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വന്നാൽ മതി, അതുകൊണ്ട് അച്ഛനൊന്ന് വന്ന്, ഞാൻ ഫൈനാൻസ് ഓഫീസറാണ്, അച്ഛനെങ്കിലും ഒന്ന് വന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫൈനാൻസ് ഓഫീസറുടെ ഡ്യൂട്ടി ഫൈനാൻസുകാർ നോക്കുകയാണ്, ഈ കാര്യങ്ങൾ എൻ്റെ ഡ്യൂട്ടിയല്ല. ഒരു ആദ്യ കുർബാന സ്വീകരണം നടത്താനായിട്ട് പോകാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞ ഇതെൻ്റെ ഡ്യൂട്ടിയെന്ന് പറഞ്ഞാൽ പോയില്ല. കാരണം മറ്റൊന്നുമല്ല, അങ്ങനെ നമ്മൾ പബ്ലിക്കായിട്ട് വേറെ ഒരു ഇടവകയിൽ പോയി അങ്ങനെ കൂടുതൽ ഫങ്ഷൻസൊന്നും നടത്തിയിട്ടൊന്നുമില്ല. അതുപോലെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പ്രസംഗിക്കാനും അതുപോലുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ നമുക്ക് വലിയ താല്പര്യം തോന്നിയില്ല. വചനം അങ്ങനെ പ്രഘോഷിച്ച് നടക്കാൻ താല്പര്യം തോന്നിയില്ല. പക്ഷേ 2008 എനിക്ക് എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മാവിന് പ്രത്യേകമായൊരു കൂറും സ്നേഹവും തോന്നി തുടങ്ങി. കാരണം ഞാൻ അരമനയിലായിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു പള്ളിയുടെ വികാരിയും കൂടിയാണ്. 30 വീട്ടുകാരുള്ള ഒരു ചെറിയ പള്ളി, ഒരു 5 കിലോമീറ്റർ അകലെയുള്ള പള്ളി. ഈ പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ ഒരു ചെറിയ ഒരു ബ്രെഡും കഷ്ണം പോലെ ഒരു താഴ്ന്ന പ്രദേശത്ത്, റോഡിൽ നിന്ന് ഒത്തിരി താഴ്ന്ന പ്രദേശത്ത് ഒരു ബ്രെഡും കഷ്ണം പോലെ ഒരു ചെറിയ ഒരു ഹാളുണ്ട്, അതാണ് പള്ളി. അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞു, അവിടെ എത്രയും പെട്ടെന്ന് നല്ലൊരു പള്ളി ഉണ്ടാക്കണം. പിതാവ് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ചു എന്നെ. ആൾക്കാർക്ക് 30 വീട്ടുകാർ വെച്ചിട്ട് എങ്ങനെ ഒരു പള്ളി പണിയാൻ പറ്റും? അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ വിചാരിച്ചു, കുറച്ച് പൈസ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഫണ്ട് ഉണ്ടാക്കാനുള്ള പരിപാടികൾ വെക്കാം, അത് ശരിയാവുമ്പോൾ നടത്താമെന്ന് വിചാരിച്ചു. എന്തായാലും അങ്ങനെ ഈ പള്ളി പണിയുന്ന കാര്യങ്ങളെല്ലാം വന്നു. അങ്ങനെ പിന്നീട് ഒരു 2-3 വർഷം കൊണ്ട് ആ പള്ളി നല്ലൊരു പള്ളി, മനോഹരമായ പള്ളി 2ാം നില പണിത് റോഡിൻ്റെ ലെവലിലാക്കി. ഈ പള്ളി പണി തീരുന്ന സമയത്ത് എനിക്കൊരു പ്രത്യേകതയുണ്ട്. കാര്യം ഞാനിങ്ങനെ പ്രസംഗിക്കാൻ പോകുന്നില്ലെങ്കിലും പള്ളി വരാത്തവരാരെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കും. ഒരു ഇടവക അതിർത്തിയിലുണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും ഞാനിങ്ങനെ കുടുംബസമ്മേളനത്തിൽ പോകുമ്പോഴും ആൾക്കാരുമായിട്ട് നല്ല കോണ്ടാക്റ്റും ബന്ധവും അടുപ്പവും സ്നേഹം ഉള്ളതുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കും. അങ്ങനെ എന്നോട് ഒരു ദിവസം ഒരു ചേട്ടൻ പറഞ്ഞു, കുടുംബസമ്മേളനം കഴിഞ്ഞ് പറഞ്ഞു, ഇവിടെ കത്തോലിക്കനാന്ന് തോന്നുന്നു, ഒരാളെ അവിടെ തൊട്ടപ്പുറത്ത് ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ശരി, കുടുംബസമ്മേളനം കഴിഞ്ഞ് നമുക്ക് 2-3 പേർക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ വീട്ടിൽ ചെന്നു. ഒരു ചെറിയ ഒരു വീട്, ഒരു ഓടിട്ട ഒരു ഒറ്റ മുറി, അതിൻ്റെ അകത്താണ് താമസിക്കുക. മണിയടിച്ചു. അപ്പോൾ പുറത്തുനിന്ന് കയറിയാൽ ഈ മുറിയിലേക്കാണ് കയറുന്നത്. അങ്ങനെ വാതിൽ തുറന്നപ്പോൾ കട്ടിലൊന്നുമില്ല, ബെഡും അങ്ങനെ എല്ലാ ചട്ടിയും കലവും എല്ലാ സാധനവും കൂടി ഒറ്റ മുറിയിൽ. ഭാര്യയും ഭർത്താവും 2 പേരും, മക്കൾ 2 പേരും. അപ്പോൾ അങ്ങനെ അകത്ത് കയറി. അപ്പോൾ പുറത്തു നിന്ന് ചോദിച്ചു, നിങ്ങൾ കത്തോലിക്കരാണോ? അതേ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പള്ളി വരാത്ത എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എത്ര വർഷമായി ഇവിടെ? അവർ 5 വർഷമായിട്ട് ഇവിടെ ഉണ്ട്, പള്ളി വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായാലും ഏത് അവസ്ഥയിലായാലും ശരി അടുത്ത ഞായറാഴ്ച പള്ളി വരണം. അങ്ങനെ കുറച്ച് വർത്തമാനം പറഞ്ഞു. ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ അവർ ഭയങ്കര സന്തോഷമായി. ഈ വീട്ടിൽ അന്വേഷിച്ചു വന്നല്ലേ, ഒരു കട്ടൻ ചായയൊക്കെ ചോദിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കട്ടൻ ചായ ഉണ്ടാക്കി തന്നു, ഞങ്ങളത് കുടിച്ചു. അടുത്ത ഞായറാഴ്ച പള്ളി വരാമെന്ന് പറഞ്ഞു. നല്ല ഫ്രണ്ട്ഷിപ്പായി. പിറ്റേ ഞായറാഴ്ച പള്ളി വരാൻ തുടങ്ങി. അങ്ങനെ പള്ളി പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് എന്നോട് പറഞ്ഞു, നല്ല നിലവിളക്കൊക്കെ മേടിച്ച് തരണമെന്ന് ആഗ്രഹമുണ്ട്, രക്ഷയൊന്നും ഇല്ല ഇപ്പം, തരണ്ടെന്ന് പറഞ്ഞു. ഡൊണേഷൻ തരണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു, ഒന്നും തരണ്ട, പള്ളി വന്നേച്ചാവെന്ന് പറഞ്ഞു. എന്തായാലും അന്ന് തൊട്ട് പള്ളി വരാൻ തുടങ്ങി. ഇവൻ ഭയങ്കര സ്നേഹമായി, പള്ളിയോട് സ്നേഹം, എന്നോട് സ്നേഹം, ആൾക്കാരോട് സ്നേഹം. ഈ സമയത്ത് ഇവനോട് ഞാൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇവനോട് പറഞ്ഞ കാര്യം ഇതാ, ഒരു വലിയൊരു ബിസിനസ് ബോംബെ നടത്തിയതാണ്, പക്ഷേ അവിടുന്ന് പൊളിഞ്ഞു പോയി. അങ്ങനെ
പാലക്കാട് വന്ന പെസ്റ്റിസൈഡ്സിൻ്റെയൊക്കെ കുറച്ച് കച്ചവടം നടത്താൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ കച്ചവടം നടത്താൻ വന്നു. അങ്ങനെ ഇപ്പം അതൊക്കെ പിടിച്ച് കയറി വരുന്നുള്ളെന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയായിട്ട് വന്നു, എല്ലാ കാര്യത്തിലും സഹകരിച്ചു. 2-3 വർഷം കഴിഞ്ഞു. അപ്പോഴത്തേക്കും സാമ്പത്തികമായി മെച്ചപ്പെട്ടു. അപ്പോൾ കുടി പിന്നെ ആരംഭിച്ചു. നിർത്തിയിരുന്ന കുടിയൊക്കെ പിന്നെ ആരംഭിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു സമയം. ഒരു ദിവസം ഇവൻ പള്ളിയിൽ കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയ ഒരു പ്രശ്നത്തിലൂടെ പോവുകയാണ്, കേസിൽ പോകും, ഞാൻ അകത്തൊക്കെ പോകേണ്ട സാഹചര്യം വരും, ജയിലിലൊക്കെ പോകേണ്ടി വരാം, അതുകൊണ്ട് ഒരു സീരിയസ് പ്രശ്നമാണ്, അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം എനിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നീ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആൾത്താരുടെ സൈഡിൽ കൊണ്ട് ഇങ്ങനെ നിർത്തി. അവിടെ നിർത്തിയിട്ട് അവൻ മുട്ടുകുത്താൻ പറഞ്ഞിട്ട് അവൻ്റെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, 2 മാസം കഴിയുമ്പോൾ നിൻ്റെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുമെന്ന് പറഞ്ഞു. 2 മാസം കഴിയുമ്പോൾ ഇവൻ 61-ാം ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ആ പ്രശ്നം വഷളാകുകയാണ് ചെയ്തത്, കൂടുതൽ വഷളായി, പ്രശ്നം തീർന്നില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് കാര്യമില്ല, കൂടുതൽ അഭിഷേകമുള്ളവരുടെ അടുത്തേക്ക് പോട്ടെ എന്ന് പറഞ്ഞു. കൂടുതൽ അഭിഷേകമുള്ളവരുടെ അടുത്തേക്ക് പോട്ടെന്ന് പറഞ്ഞു. ഇവനാണെങ്കിൽ നമ്മുടെ കൈക്കാരനൊക്കെ ആയിട്ടുണ്ട്, വളരെ ക്ലോസാണ്, നല്ല ഇറച്ചി കപ്പയും മീനൊക്കെ വെച്ച് ഇറക്കി തരികയും ചെയ്യും. അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടുള്ള ഇതാണ് ചെറുപ്പക്കാരൻ. ഇവൻ പറയാണ്, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, കൂടുതൽ അഭിഷേകമുള്ള അച്ഛൻ്റെ അടുത്ത് പോട്ടെ എന്ന് പറഞ്ഞു. ഇതെനിക്ക് വളരെ ഒരു വേദന ഉണ്ടാക്കി എൻ്റെ ഉള്ളിൽ. നിങ്ങൾക്കുണ്ടാകുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എനിക്കങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ ചേട്ടനോട് പറയുക, ചേട്ടനെ കൊണ്ട് ഒരു അഭിഷേകവും ഇല്ല, ഒരു ഗുണവും ഇല്ലെന്ന് പറഞ്ഞാൽ, അഭിഷേകം വേണ്ട, ഒന്ന് ഗുണം പോലും ഇല്ല ഈ വീട്ടിൽ നിന്ന് പറഞ്ഞാൽ ചൊടിക്കുമോ? ഇല്ലേ? അതുപോലെ ഈ ചേട്ടത്തിയോട് പറയുകയാണ്, നീ കാല് കൊട്ടി അന്ന് മുതൽ തന്നെ ഈ കുടുംബത്തിൽ നാശം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? അതുപോലെ പറഞ്ഞു, ഈ അച്ഛൻ ഇവിടെ ഇരുന്നിട്ട് ഇതുവരെ ഒരു അഭിഷേകം ഇല്ല. എനിക്ക് വലിയ ഭാരമായി. അപ്പം ഞാനിങ്ങനെ തീരുമാനിച്ചു. 2008 പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാ, നിൻ്റെ അഭിഷേകം എനിക്ക് തരണം. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ജപമാല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. മാതാവിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം മാതാവെ തരണം. അങ്ങനെ 1ഉം 2ഉം 15ഉം 20ഉം 25ഉം 30ഉം 35 ജപമാല ഒരു ദിവസം ചൊല്ലി പ്രാർത്ഥിക്കണം, അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. പിന്നെ ഞാൻ വിചാരിച്ചു, ഇത് മാത്രം പോരാ, കുറച്ചും കൂടി അഭിഷേകം വേണം. അതിന് പരിശുദ്ധാത്മാവ് ഇടപെടാൻ വേണ്ടി ഊണിലും ഉറക്കത്തിലും പ്രാർത്ഥിക്കണം. 3 മണിക്ക് എഴുന്നേറ്റ് രാവിലെ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 2008 3 മണിക്ക് എഴുന്നേറ്റ് രാവിലെ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം കടന്നു വരാൻ വേണ്ടി. ഒരു ദിവസം ഒരു ചായ മാത്രം ചിലപ്പോൾ കുടിക്കുകയുള്ളൂ. അതുപോലെ തന്നെ എവിടെ പോയാലും കൊന്ത കൊണ്ടുപോകും. അന്ന് പോക്കറ്റിലൊക്കെ ഇട്ടാൽ കൈ പിടിച്ചിട്ട് കൊന്ത പിടിച്ചുകൊണ്ട് നടക്കരുത്, നാണക്കേട്. ഇവിടെ ചേർത്തിമാരൊക്കെ ഇങ്ങനെ ചെല്ലുന്നില്ലെങ്കിലും കൈ പിടിച്ചോണ്ട് നടക്കുന്നത് കാണാം. ഹല്ലേലൂയ. മരിച്ചു വീട്ടിൽ ചെന്നാലും കല്യാണത്തിന് ചെന്നാലും കുർബാനയ്ക്ക് വന്നാലും കുർബാന സ്വീകരിക്കാൻ വരുമ്പോഴും ചേർത്തിമാരും അതുപോലെ മറ്റു പലരും കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരുന്നതാണ്. ചെല്ലുന്നുണ്ടോ എന്ന് നമുക്കറിയത്തില്ല, പക്ഷേ ഹല്ലേലൂയ, ചെല്ലുന്നുണ്ടോട്ടെ, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ. എങ്കിൽ പോലും നമുക്കത് കൈ പിടിച്ചുകൊണ്ടിരിക്കാനൊരു നാണക്കേട്. അതുകൊണ്ട് പോക്കറ്റ് ഇട്ട് ജപമാല ചെല്ലുകയാണ്, കാരണം ആരും കാണണ്ട എന്ന് വിചാരിച്ചുകൊണ്ട്. ഇങ്ങനെ ജപമാലകൾ ചൊല്ലി ഉപവാസം എടുത്ത് 1 വർഷം പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. 1 വർഷം രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒരു ജപമാലയൊക്കെ ചൊല്ലി അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. രാവിലെ 4 മണിയാകുമ്പോൾ നടക്കാൻ വേണ്ടി പോകും. അപ്പോൾ വീണ്ടും നടക്കാൻ പോകുമ്പോൾ വീണ്ടും ജപമാല ചൊല്ലി ബൈക്ക് ഓടിച്ച് പള്ളിയിലേക്ക് പോകുമ്പോൾ, അതുപോലെ തന്നെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മുട്ടുകൊത്തി ചെയ്യുന്നിട്ട്, പരിശുദ്ധാത്മാവേ, ഈ കുർബാനയെ അർപ്പിക്കാൻ പോകുമ്പോൾ ദൈവജനത്തിന് അഭിഷേകം, എനിക്ക് അഭിഷേകമില്ല. ദൈവജന അഭിഷേകം പ്രാപിച്ചു പോകുന്നു, എനിക്കൊരു അഭിഷേകത്തിൻ്റെ ഒരു ഫീല് കിട്ടുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവേ നീ വരണം. ഇങ്ങനെ അങ്ങോട്ട് ഒരാണ്ടിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരാണ്ടിരുന്ന് പ്രാർത്ഥിച്ച് ആ സമയത്താണ് ഈ സെഗ്യോനിൽ വൈദിക ധ്യാനം ആരംഭിച്ചു. അപ്പോൾ ഈ ധ്യാനത്തിൽ ഞാനും എൻ്റെ രൂപതയിൽപ്പെട്ട എൻ്റെ ക്ലാസ്മേറ്റ് ഒരു അച്ഛൻ കത്തീഡ്രൽ വികാരിയാണ്. ആ അച്ഛനും കൂടി ഞങ്ങൾ 2 പേരോട് ധ്യാനത്തിന് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയോടുകൂടി അട്ടപ്പാടിയിലെത്തി. അങ്ങനെ ധ്യാനത്തിൽ ചെന്ന് ഞങ്ങൾക്ക് കിടക്കാൻ പള്ളിമുറിയിൽ ഒരു സ്ഥലം തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും പള്ളിമുറിയിൽ റൂം തന്നു. അപ്പോൾ അന്ന് ഫുള്ള് പ്രാർത്ഥനയായിരുന്നു, ഫുള്ള് പ്രാർത്ഥന. ആരെ ഒന്നും ശ്രദ്ധിക്കുന്നൊന്നുമില്ല, ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഞാൻ വന്നത് അഭിഷേകത്തിന് വേണ്ടിയാണ്, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടിയാണ്. അത്ര ഒരു ദാഹത്തോടു കൂടി പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും അങ്ങനെ ഇന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചു. ശക്തമായിട്ട് ഉപവാസവും എടുത്ത് പ്രാർത്ഥിക്കുക, ഒരു നേരം ഭക്ഷണം കഴിക്കാം. അങ്ങനെ ആദ്യത്തെ ദിവസം കഴിഞ്ഞു. ഞായറാഴ്ച വൈകുന്നേരം ധ്യാനം തുടങ്ങി. രാവിലെ തൊട്ട് പ്രാർത്ഥിച്ച് ധ്യാനം ആരംഭിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ എഴുന്നേറ്റ് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 3 മണിക്ക് എഴുന്നേറ്റ് റൂമിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ധ്യാനമാകുമ്പോൾ ഹാളിലേക്ക് പോകുന്നു. ചൊവ്വാഴ്ച രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി
ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലുമ്പോൾ ഞാനിങ്ങനെ കിടക്കുന്നത് ആ റൂമിൻ്റെ കട്ടിലിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒരു വാതിൽ കാണാം. ആ വാതിലിനേക്കാളും ഹൈറ്റുള്ള ഒരാൾ സന്തോഷത്തിൻ്റെ രഹസ്യം ചൊല്ലി ഞാൻ ഇങ്ങനെ കണ്ണടച്ച് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലുമ്പോൾ ഒരാൾ എന്നെ ഒച്ചത്തിൽ വിളിച്ച് ചോദിച്ചു, എന്നെ അറിയുമോ, എന്നെ അറിയുമോ? അപ്പം ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഈ വാതിലിനേക്കാളും ഹൈറ്റുള്ള ഒരാൾ അവിടെ നിൽപ്പുണ്ട്, നല്ല പ്രകാശത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയാം, എന്നെ അറിയുമോ? അപ്പം ഞാൻ പറഞ്ഞു അറിയില്ല എന്ന് പറഞ്ഞു, ഒച്ചത്തിൽ അറിയില്ല എന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ അപ്പുറത്ത് കിടപ്പുണ്ട്, അടുത്ത കടലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഈ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ കടന്നുകൊണ്ട് 2 കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് എന്നെ പ്രാർത്ഥിക്കും. അതിശക്തമായൊരു പവർ ശരീരത്തിൽ വന്ന് നിറഞ്ഞു. അതിശക്തമായൊരു പവർ നിറഞ്ഞിട്ട് എനിക്ക് കട്ടിലെ കിടക്കാൻ പറ്റില്ല. ബോൾ പൊങ്ങിച്ചാടുന്ന പോലെ ഇങ്ങനെ ചാടുകയാണ് ഞാൻ. അപ്പം ഞാൻ 2 സൈഡിലും ബലമായിട്ട് പിടിച്ചു, കട്ടിലിൻ്റെ 2 സൈഡിലും ബലമായിട്ട് പിടിച്ച് അങ്ങനെ എന്നാലും കിടക്കാൻ പറ്റില്ല. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറയാണ്, നിനക്കൊരാളോട് ക്ഷമിക്കാനുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരോട് ക്ഷമിക്കാനുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരാളെ കാണിച്ചു തന്നു, അടുത്ത് കൊണ്ടുവരിക. എന്നോട് നീ ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ക്ഷമ ചോദിച്ചു. ക്ഷമ ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ട് നീ ക്ഷമ ചോദിച്ചു. ഇനി നീ ചെന്ന് കഴിഞ്ഞ് മുട്ടുകുത്തി ഇന്ന് ക്ഷമ ചോദിക്കുക, നീ ചോദിക്കുന്നത് എന്തും തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെയ്യുകയും ചെയ്തു. ആരാന്ന് പറയുന്നൊന്നുമില്ല. ഹല്ലേലൂയ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, നീ എന്ത് ചോദിച്ചാലും തരാം. അപ്പം ഞാൻ പറഞ്ഞെന്നാണെന്നറിയോ, എന്താ ചോദിക്കേണ്ടത്? എനിക്ക് ഒറ്റ കാര്യം, അഭിഷേകം എന്നുള്ള മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അപ്പോൾ എന്നോട് പറയുകയാണ്, അത് മാത്രം ആഗ്രഹിച്ചുകൊണ്ടാണ് പോയിരിക്കുന്ന പരിശുദ്ധാത്മ, വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഞാൻ അന്ന് എന്നോട് വീണ്ടും പറയാം, ചോദിക്ക്. അപ്പം ഞാനിങ്ങനെ ഒരു ഇടവക വികാരി ആയതുകൊണ്ട്, ബിഷപ്പ് ഹൗസിൽ ഫൈനാൻസ് ഓഫീസറെ രൂപത വൈദികനാണ്, അതൊക്കെ കുറച്ച് കാലത്തേക്കുള്ള കാര്യമുള്ളൂ. ഇടവക വികാരിയാണ് ബേസിക്. അതുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇടവക വികാരി ആയതുകൊണ്ട് ഞാൻ മാമോദീസ മുകുന്ന കുട്ടികളെ അനുഗ്രഹിക്കണം. അപ്പോൾ പരിശുദ്ധാത്മ പറഞ്ഞു അവരെ അനുഗ്രഹിക്കും. ഇനിയും ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ആശീർവദിക്കുന്ന ദമ്പതികളെ അനുഗ്രഹിക്കും. ഇനിയും ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കിയിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എന്താ ഉള്ളത്, മാമോദീസയും കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. ഇനി ഞാനിങ്ങനെ മനസ്സിൽ ആലോചിക്കുക, ചോദിക്കുന്നു പറഞ്ഞിട്ട് അവസാനം എന്നോട് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു, ഞാൻ ആശീർവദിക്കുന്ന ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധാത്മ പറഞ്ഞ് അനുഗ്രഹിക്കും. ഇനിയും ചോദിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചിട്ട് എൻ്റെ മനസ്സിൽ ഒന്നും വരുന്നില്ല. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ചോദിക്കുക, അപ്പസ്തോലന്മാരെ വിളിച്ചത് നിനക്കറിയത്തില്ലേ? എന്നിട്ട് എന്നോട് പറഞ്ഞു, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വചനം പ്രഘോഷിക്കാൻ. ഇതെല്ലാം ചോദിക്കാൻ എന്നോട് പറയുകയാണ്, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, രോഗികൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം കൊടുക്കണം, അവരെ സാന്ത്വനപ്പെടുത്തണം. പരിശുദ്ധാത്മ പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു. വചനം പ്രഘോഷിക്കാൻ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. പരിശുദ്ധാത്മ പറഞ്ഞു വചനം പ്രഘോഷിക്കാൻ നിന്നെ അനുഗ്രഹിക്കും. സ്നേഹമുള്ളവരെ, ഇത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഇങ്ങനെ നീണ്ടുപോയി. ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം, അതുപോലെ തന്നെ ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇതെല്ലാം വന്ന് നിൽക്കുന്ന ഒരു അനുഭവം പ്രത്യേകമായിട്ടുണ്ടായി. ഇതാണ്ട് ഒരു 1.5 മണിക്കൂർ പോയി. ഞാൻ പെട്ടെന്ന് ഈ അച്ഛൻ അവിടെ കിടപ്പുണ്ട്, അതുകൊണ്ട് എനിക്ക് അസ്വസ്ഥമായി. കാരണം ഈ അച്ഛൻ അപ്പം തിരിഞ്ഞ് കിടക്കുന്ന കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ കുഴപ്പം കാണിയാലായിരിക്കുന്നു. നേരം വെളുത്തപ്പോൾ ചോദിച്ചു, മനുഷ്യനെ നീ ഉറക്കില്ലേ രാത്രി? എന്താ നീ ഒച്ചത്തി ബഹളം ഇവിടെ എന്ന് ചോദിച്ചു. അന്ന് രാവിലെ കുർബാനയ്ക്ക് വേണ്ടി പോയി. അന്ന് രാവിലെ ആയിരുന്നു കുർബാന, 6:30 കുർബാന. ഈ പരിശുദ്ധാത്മാവ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് തൊട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. കാരണം സർവാധിപനാം പാടുന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട്, ഞാൻ ഇങ്ങനെ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥനയിൽ കൂടിക്കൊണ്ടിരിക്കുക, സർവാധിപൻ തല കുനിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് അടുത്ത് വന്നിട്ട് എൻ്റെ ചെവി പറഞ്ഞു, കരങ്ങൾ ഉയർത്ത്, ഇവിടെ ക്യാൻസർ രോഗിയായിട്ടൊരു അച്ഛനുണ്ട്, ഈ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ എല്ലാവരും സർവാധിപനും പറഞ്ഞ് തല കുനിച്ചിരിക്കുക, ഞാനും അതെ. കര ഉയർത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശരിയാവില്ലല്ലോ, അതുകൊണ്ട് കൈ പൊക്കിയില്ല. കൈ പൊക്കാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചു. അപ്പോൾ ആരും കണ്ടാലും കുഴപ്പമില്ലല്ലോ. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛൻ്റെ ശരീരത്തിലെ ഓരോ കോശത്തിലും ഈശോയുടെ തിരക്തത്തുള്ളികൾ കടന്നു വന്ന് ക്യാൻസർ രോഗാണുക്കൾ നിർവീര്യമാണെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് പറഞ്ഞു അച്ഛൻ്റെ ശരീരത്തിൽ ഓരോ കോശത്തിലും പരിശുദ്ധാത്മാവ് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അച്ഛനെ കാണിച്ചു തന്നെ അച്ഛനെ എനിക്ക് വലിയ പരിചയമൊന്നും, ഒരു പരിചയമില്ല, അടുപ്പ് ഒരു പരിചയവും ഇല്ലാത്തൊരച്ഛൻ. കാര്യങ്ങൾ പറഞ്ഞു തന്നു, ഇന്ന ആളാണെന്നൊക്കെ പറഞ്ഞു തന്നു. എന്നിട്ട് പറഞ്ഞു ഈ അച്ഛൻ്റെ രോഗം മാറി എന്ന് അച്ഛനോട് പറയണമെന്ന് പറഞ്ഞു. അതാണ് അടുത്ത പ്രശ്നം. ഇത് വട്ടായിച്ചൻ്റെ ധ്യാന കേന്ദ്രം, വട്ടായിച്ചൻ അവിടുത്തെ ധ്യാന ഗുരു. ഈ അച്ഛനോട് ഞാൻ ചെന്ന് പറഞ്ഞ അച്ഛൻ ആരെങ്കിലും വിശ്വസിക്കുമോ?
പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിങ്ങനെ ഒരു സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഓടിച്ചെന്ന് അച്ഛൻ്റെ കയ്യെ കയറി പിടിച്ചിട്ട് ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു, അച്ഛൻ്റെ ക്യാൻസർ രോഗം, അച്ഛൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ ക്യാൻസറാണ്. അത് അച്ഛൻ്റെ ക്യാൻസർ പരിശുദ്ധാത്മാവ് മാറ്റി സൗഖ്യപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അച്ഛൻ തിരിഞ്ഞു നോക്കി. ആരാ എന്താണെന്ന് ചോദിച്ചു. ഞാൻ സ്റ്റാൻഡ് വിട്ടു. പറയാൻ പറഞ്ഞു. ഇത് മാറിയില്ല എനിക്കറിയത്തില്ല. 2009 പക്ഷേ 2012 ഞാൻ ഈ അച്ഛൻ്റെ വേറൊരു പള്ളിയിൽ ഞാൻ വികാരിയായിട്ട് ചെല്ലുമ്പോൾ ഈ അച്ഛൻ്റെ വീട്ടുപേരുള്ള ഒരു വീട്ടുകാരെ ഡയറക്ടറി കണ്ടു, ഇടവക ഡയറക്ടറി കണ്ടു. അപ്പം ഞാനിത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അച്ഛൻ്റെ ഓരോ ബന്ധുക്കളാണെന്ന് വിചാരിച്ചു. എന്തായാലും 2 ആഴ്ചക്കുള്ളിൽ ആ ഫാമിലി എന്നെ കാണാൻ വേണ്ടി വന്നു. അവരെന്നോട് വന്ന് പറഞ്ഞൊരു കാര്യം ഇതാണ്, ഈ അച്ഛന് ക്യാൻസർ രോഗം വന്നപ്പോൾ അവരുടെ കുടുംബയോഗത്തിൽ വല്യപ്പൻ്റെ ഒരു കണക്ഷനാണ്. കുടുംബയോഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വർഷവും മെയ് മാസം നടത്തിക്കൊണ്ടിരുന്ന ഈ അച്ഛൻ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ക്യാൻസർ വന്നപ്പോൾ അച്ഛൻ ഭയങ്കര ഡെസ്പായി പോയി. പ്രീസ്റ്റ് ഹോമിൽ പോയിരിക്കുക. ആരെയും കാണില്ല, ബന്ധുക്കളെ കാണില്ല, പരിചയക്കാരെ കാണില്ല, ഒരു മനുഷ്യനെ കാണാതെ അവിടെ പോയിരിക്കുകയാണ്. അങ്ങനെ ഭയങ്കര ഡെസ്പായിട്ട് ട്രീറ്റ്മെൻറ്റും കീമോ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് 2009 ധ്യാനത്തിൽ പോയി. അവർ പറയുക, ആ ധ്യാനത്തിൽ വെച്ച് അട്ടപ്പാടി ഒരു സൗഖ്യം കിട്ടി, ഇപ്പം അച്ഛനൊരു കുഴപ്പമില്ല, ഇപ്പം എല്ലാത്തിനും മരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ആ സൗഖ്യത്തിൻ്റെ പിന്നിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ സൗഖ്യം കൊടുത്തു എന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. 2009 അങ്ങനെ നടന്നു, ഡിസംബറിൽ നടന്നുവെങ്കിൽ 12 എനിക്കത് ബോധ്യപ്പെടുത്തി തന്നു. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, അന്ന് ഇതെല്ലാം ഇങ്ങനെ കഴിഞ്ഞാലും പരിശുദ്ധാത്മാവിൻ്റെ ഈ പ്രത്യേക സാന്നിധ്യം ഇതെല്ലാം കഴിഞ്ഞെങ്കിലും എൻ്റെ മനസ്സിൽ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഭയങ്കര ആശങ്ക. എന്നാണെന്നറിയാമോ? ഈ ഭാഷാവരം പള്ളികളിൽ വന്നാൽ കരിസ്മാറ്റിക്കാർ വന്നാൽ കുമ്പസാരിക്കാൻ വരുമ്പോൾ അച്ഛൻ ആശീർവാദം കൊടുത്തു കഴിഞ്ഞാൽ തുടങ്ങും, അപ്പം തന്നെ പറഞ്ഞു ഭാഷാവരം തുടങ്ങി. ശരിയല്ലേ? അവർ സ്തുതിക്കുവാൻ തുടങ്ങും. പക്ഷേ അത് അവരങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവ് സ്തുതിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ആത്മാവ് നെടുവീർപ്പെടും, നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ബൈബിളിൽ. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന നമുക്ക് മനസ്സിലാകാനുള്ള പൊട്ടബുദ്ധിയിൽ ഇത് കയറിയിട്ടുമില്ല. അതുകൊണ്ട് ഇവർ സ്തുതിക്കും. ഇതിങ്ങനെ വരുമ്പോൾ ഞാൻ നിർത്തിച്ചിട്ടുണ്ട്. കുമ്പസാരിക്കാൻ വന്നാണെങ്കിൽ കുമ്പസാരിച്ചാൽ മതി, മിണ്ടരുത്. ഹല്ലേലൂയ. അപ്പം നമുക്ക് ഭാഷാവരത്തെക്കുറിച്ചുള്ള തെറ്റായി ജ്ഞാനം കിടക്കുകയാണ് മനസ്സിൽ. സെമിനാരി വെച്ച് ഇങ്ങനെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. ഈ ഭാഷാവരം ഉണ്ടെന്നൊക്കെ പഠിപ്പിച്ചെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് കരിസ്മാറ്റിക്കാർ ഈ പറയുന്ന രീതിയിലുണ്ടെന്നുള്ളത് പഠിച്ചിട്ടുമില്ല. അത് മാത്രമല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞ പള്ളിയിൽ ആ പണിയെല്ലാം കഴിഞ്ഞ സമയത്ത് ഞാനിങ്ങനെ വിചാരിച്ചു, ഈ പള്ളിയിൽ വെച്ച് ഇങ്ങനെ ഇത്ര നാളെ ഒരു 3-3.5 വർഷം കൺസ്ട്രക്ഷനായിട്ട് പോയി. അതുകൊണ്ട് ഇനി കുട്ടികൾക്ക് ഒരു ക്രിസ്ത്യൻ ധ്യാനം തുടങ്ങി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് 75ഓളം പിള്ളേരെ ക്രിസ്ത്യൻ ധ്യാനം, വേദപാഠ പിള്ളേർ ക്രിസ്ത്യൻ ധ്യാനം നടത്തുമ്പോൾ എൻ്റെ ഇടവകയിൽ 2 കരിസ്മാറ്റിക്കാരുണ്ട്, മൂത്ത കരിസ്മാറ്റിക്കാരുണ്ട്. ഈ മൂത്ത കരിസ്മാറ്റിക്കാർ ഇവർ വർഷങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? അഭിഷേകമുള്ളൊരു അച്ഛൻ വേണം, അഭിഷേകമുള്ളൊരു സെൻറ്റർ രൂപതയ്ക്ക് വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന 2 ചേട്ടന്മാർ. ഈ ചേട്ടന്മാരാണ് വട്ടായി അച്ഛൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞ അച്ഛന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. അഭിഷേകമുള്ള അച്ഛൻ വേണം, സെൻറ്റർ വേണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച 2 ടീമുകൾ എൻ്റെ ഇടവകയിൽപ്പെട്ടവരാണ്. ഇവർ കുമ്പസാരിക്കാൻ വന്നാലും അങ്ങനെ, ഇവരിങ്ങനെ തന്നെ. ഞാൻ എന്നിട്ടൊരു ക്രിസ്ത്യൻ ധ്യാനം നടത്തി. കരിസ്മാറ്റിക്കാർ നമുക്ക് താല്പര്യമേ ഇല്ല. അപ്പോൾ അതുകൊണ്ട്, എന്നാൽ ഇടവകയിലല്ലേ, ഡിപ്ലോമസിയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു, ഇടവകയിൽ ക്രിസ്ത്യൻ ധ്യാനം നടക്കുന്നത് കൊണ്ട് ചെറുപ്പക്കാരായി നിങ്ങൾ വന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർക്ക് ഭയങ്കര സന്തോഷം, അച്ഛൻ കരിസ്മാറ്റിക് ആകും പോകാനുള്ളൂ എന്ന് വെച്ചിട്ട്. അപ്പോൾ സത്യത്തിൽ എനിക്ക് കരിസ്മാറ്റിക് ആകാൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഇവരെ മാറ്റി നിർത്തണ്ട, നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ 2 നില പള്ളിയാണ്, താഴെ ഇരുന്ന് ഇവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. വന്നതേ ഞാൻ പറഞ്ഞു, നിങ്ങൾ താഴെ ഇരുന്ന് പ്രാർത്ഥിച്ചോ, പഴയ പള്ളിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോ, 2ാം നിലയിൽ ഒരു കുഴപ്പം വരില്ലല്ലോ എന്ന് വെച്ചു. പ്രാർത്ഥിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇവരെന്നോട് ചോദിച്ചു, പഴയ പള്ളിയുടെ മൈക്കും സെറ്റും സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്, അത് ഓണാക്കിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പിന്നെ പെട്ടെന്ന് നോയൊന്നും പറയുന്ന കൂട്ടത്തിലൊന്നുമല്ല, എല്ലാവരും സ്നേഹിച്ച് കൊണ്ട് നടക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എല്ലാവരും സ്നേഹിച്ച് കൊണ്ടു നടക്കും. അപ്പോൾ ഞാൻ നിങ്ങളതെടുത്തോളാൻ പറഞ്ഞു. ഇവർ മൈക്ക് കിട്ടിയതോടുകൂടി ഒരു മണിക്കൂർ കഴിഞ്ഞോടുകൂടി ശക്തമായി സ്തുതിപ്പ് ഭാഷാവരത്തിൽ സ്തുതിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? പള്ളിയുടെ ഫ്രണ്ടിൽ കൂടി ഇതുപോലെ തന്നെ മുറ്റത്തൂടെയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി ബസ് പോകുന്ന റൂട്ടാണ്, കാറും ബസ്സും. ഇതിങ്ങനെ സ്തുതിപ്പ് കേട്ടതോടുകൂടി പള്ളിയുടെ അപ്പുറത്ത് 10 മീറ്റർ അപ്പുറത്ത്, ഒരു 15 മീറ്റർ അപ്പുറത്ത് ഒരു കലിങ്ങുണ്ട്. അവിടെ ഈ ലോഡിങ്ങാർ ഇരിപ്പുണ്ട്. ഇവന്മാരെന്ത് ചെയ്യുന്നറിയാം, ഈ സ്തുതിപ്പ് കേട്ട് ഏതാണ്ട് ഒച്ചയും ബഹളം കേട്ടിട്ട് എന്തോ പള്ളി പ്രശ്നമായെന്ന് അറിഞ്ഞു ഇവന്മാരെല്ലാം കൂടി ഓടി വന്ന് പള്ളിയുടെ ഫ്രണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത്.
ഇവരിങ്ങനെ പള്ളിയിലേക്ക് നോക്കി നിൽക്കുന്നതാണപ്പോൾ അതിലെ പോയ സൈക്കിളുകാർ നിർത്തി, ബസ്സുകാർ നിർത്തി, ഓട്ടോറിക്ഷക്കാർ നിർത്തി, കാറുകാർ നിർത്തി, മൊത്തം പള്ളിയുടെ മുമ്പിൽ സ്തംഭിച്ചു. പള്ളിയുടെ എതിർവശത്തുള്ള വീട്ടുകാർ മുഴുവൻ ഫ്ലാറ്റിൽ നിന്ന് വീടുകളിൽ നിന്ന് ഇറങ്ങി നോക്കുക ഇവിടെ എന്തോ പ്രശ്നം നടക്കുകയാണ്. കാരണം ഇവർ ലോഡിങ്ങാർ മൊത്തം ഇങ്ങനെ നിൽക്കുകയല്ലേ, പള്ളിക്കകത്ത് എന്തോ പ്രശ്നം. ഇങ്ങനെ വലിയൊരു ആരവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരാരവം, ആർക്കും മനസ്സിലാകാത്ത ഭാഷയിൽ ഒരു ആരവം. എനിക്കാണ് ദേഷ്യം വന്നു. കാരണം നമ്മൾ ഡീസൻ്റായിട്ട് കുർബാന ചൊല്ലി പാട്ട് പാടി പ്രസംഗിച്ച് പോകുന്നിടത്താണ് ഈ പ്രകമ്പനം വിളിച്ച് ആരവത്തിൽ ഒന്നും മനസ്സിലാകാത്ത ഭാഷയിൽ ഇവർ തുതിപ്പ് തുടങ്ങി. ഞാൻ എന്തെന്നറിയാം, പള്ളിയുടെ വരാന്തേ കൂടി സങ്കീർത്തി ചെന്നു. അവിടെ ചെന്നാൽ താഴേക്കുള്ളൊരു ELCV ഉണ്ട്, അതൊന്ന് താത്തിട്ടാൽ ഇതെല്ലാം കഴിഞ്ഞു. ഈ ELCVയെ തൊഴാൻ ചെല്ലുമ്പോൾ ഉണ്ടല്ലോ, എന്നെ തൊടിയിക്കില്ല, എന്തോ ഒരു ശക്തി പുറകോട്ട് വലിപ്പി എൻ്റെ കൈ തൊടാൻ പറ്റില്ല. ELCV ഒന്ന് താത്താൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. ഞാൻ തിരിച്ചു കൈ വലിക്കുകയാണ്. എന്തൊരു പവർ എന്നെ ഇങ്ങനെ തള്ളി മാറ്റുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വരാന്തേ കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് നടന്നു. 2ാം പ്രാവശ്യം ചെന്നു, രക്ഷയില്ല. അങ്ങനെ ഏതാണ്ട് ഒരു 10-25 മിനിറ്റ് ഇങ്ങനെ ഞാനിങ്ങനെ വെരുക നടക്കുന്ന പോലെ മെറ്റത്ത് നടക്കുകയാണ്. ഇങ്ങനെ ഒരു ഡീസൻ്റ് അല്ലാത്ത പ്രാർത്ഥനയില്ല, എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എന്തായാലും കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇവർ പിരിഞ്ഞു പോയി. എനിക്ക് സമാധാനമായി. എന്തോ എന്നാലും ഒരു നാണക്കേട് കൂടെ ഉണ്ടല്ലോ എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു. ഇതാണ് എൻ്റെ ഭാഷാവരത്തെക്കുറിച്ചുള്ള അറിവ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പരിശുദ്ധാത്മാവ് വൈകുന്നേരം ഇങ്ങനെ രാവിലെ രാത്രിയിൽ 3 മണിക്ക് വന്ന് വലിയ സ്നേഹം, എനിക്ക് സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം, എന്നോട് സ്നേഹം, എനിക്ക് സ്നേഹം. വൈകുന്നേരം ആയപ്പോൾ ഒരു തരി പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈ ഭാഷാവരം ഓർത്തിട്ട് ഒരു രക്ഷയില്ല. ഞാനിങ്ങനെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ഇഷ്ടമാണ്, ഭാഷാവരും എനിക്കിഷ്ടമില്ല, ഇതൊന്നും മനസ്സിലാക്കിത്താ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അങ്ങനെ ഞാൻ കിടന്നുറങ്ങി. ഒന്നും പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, അസ്വസ്ഥത തന്നെ. 3 മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലി ദുഃഖത്തിൻ്റെ രഹസ്യം ചെല്ലുമ്പോൾ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് വന്നു. 2ാമത്തെ കൊന്ത ചെല്ലുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ തല മാത്രം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അതിശക്തമാണ്. തലോണയൊന്നും വെച്ചിട്ടൊന്നും തലയിരിക്കില്ല, ഷെയ്ക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഷെയ്ക്കാണ്. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞു, നിൻ്റെ പൊട്ട ബുദ്ധി കൊണ്ട് നീ എൻ്റെ വരത്തെ സംശയിച്ചു. എന്നിട്ട് എന്നോട് പറയാണ്, എനിക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വരം കൊടുക്കും, നീ ആരാ ചോദിക്കാൻ? എനിക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള വരം കൊടുക്കും, ദർശന വരം കൊടുക്കും, ഭാഷാവരം കൊടുക്കും, വചന വ്യാഖ്യാന വരം കൊടുക്കും, അധ്യാപന വരം കൊടുക്കും, പ്രവചന വരം കൊടുക്കും, രോഗശാന്തി വരം കൊടുക്കും, നീ ആരാ ചോദിക്കാൻ? ഞാൻ സോറി പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എൻ്റെ തലയുടെ ഷെയ്ക്കും അവിടെ നിന്നു. 2ാമത് എൻ്റെ കയറങ്ങൾ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല, ഷെയ്ക്കായി പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ പറഞ്ഞു, നീ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, അബ്രാഹത്തെ അനുഗ്രഹമാക്കിയതുപോലെ നിന്നെ ഞാൻ അനുഗ്രഹമാക്കി മാറ്റും. അപ്പോൾ ഞാൻ ആമേൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹൃദയം ബീറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയത്ത് പരിശുദ്ധാത്മാവിനോട് പറയാണ്, അനേകർക്ക് നീ എൻ്റെ സ്വാതന്ത്ര്യം കൊടുക്കണം, അനേകർക്ക് ഹൃദയം തകർന്നവർക്ക് നീ അനേകർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. ഞാനെല്ലാം യേസ് പറയുകയാണ്, പരിശുദ്ധാത്മാവിനെ സ്നേഹിച്ച് വിധേയപ്പെട്ട് പറയുകയാണ്. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ കാലുകൾ കിടന്നിട്ട് കിടക്കാൻ പറ്റില്ല, കാലിങ്ങനെ പൊങ്ങി ഷെയ്ക്കായി, പിടിച്ചിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം എന്നോട് പറഞ്ഞു, നീ എൻ്റെ വചനം പ്രഘോഷിക്കാൻ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോകണം. സ്നേഹമുള്ളവർ, അതാണ് ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ദൈവവചനം പ്രഘോഷിക്കുന്നതിന് കാരണം. അതാ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ഒരു പുതിയ സൃഷ്ടിയായി രൂപാന്തരപ്പെടുത്തും. ദൈവവചനത്തിൻ്റെ അഭിഷേകം തരും. വചനം പ്രഘോഷിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് യേശുവിന് സാക്ഷി വഹിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ സഹായിക്കും.